Hello buddies, it's a sunny day. Welcome to the new YouTube channel, Ishal's Fun Universe. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഒരു ഔട്ട്ഡോർ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Hey buddies, ഇതാണ് എൻ്റെ വീട്. അപ്പുറത്ത് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മുടേതല്ല. ഈ രണ്ട് മതിലിനുള്ളിലായി ചെടികളും മരങ്ങളും പൂക്കളും ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം. നമ്മൾ കയറുന്ന വഴിയിൽ ഒരു നെല്ലിമരം കാണാം. ഇതിവിടെ കല്ല് പാകിയതിനു ശേഷം മുളച്ച് വന്നതാണ്. കാരണം ഇത്രയ്ക്ക് അതിശയമായി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സിമെൻറ്റിൻ്റെ മുകളിലാണ് മുളച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു അതിശയമായിട്ടുണ്ട് ഇത്. ബാക്കിയുള്ളത് കാണാം. ഇതാണ് ആദ്യത്തെ ഒരു ചെടി എന്ന് പറയുന്നത്. ഇതൊരു ഇലമാതിരിയുള്ളൊരു ചെടിയാണ്. പിന്നെ ഒരു ജാസ്മിൻ്റെ ഫ്ലവർ. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ട് നട്ട ചാമ്പ മരമാണ്. നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ളത് ഒരു പൂവാണ്. ഇതിൻ്റെ പൂവ് എനിക്കറിയില്ല ബഡീസ്, നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ചെറിയ മാവുണ്ട്. ഇപ്പുറത്തെ സൈഡ് വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്ത കുറച്ച് ഇലച്ചെടികളുണ്ട്. ഇതാ പിന്നെ അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഒരു വർഷം മുമ്പേ നട്ട, എൻ്റെ ഓർമ്മയിൽ ഒരു വർഷം മുമ്പേ നട്ട ഒരു മാവോയിസ്റ്റ് ചെടിയാണ്. ഇതുവരെ അതിലൊരു കായ ഉണ്ടായിട്ടില്ല. പിന്നെ സപ്പോർട്ട ഉണ്ട്, അതിലൊരു കായ ഉണ്ടായിട്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ ഉള്ളത് മാവാണ്. മാവിൽ പ്രത്യേകിച്ച് മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഈ ചക്കമരം. ഒരു കൊല്ലത്തിൽ നല്ല വിളവ് ഞങ്ങൾക്ക് ഈ ചക്കയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മെഞ്ഞാന്നും കൂടി ഞങ്ങൾ ഇതിൽ നിന്ന് പഴുത്ത ചക്ക പറിച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡ് പോവുകയാണെങ്കിൽ ഇവിടെ നേരത്തെ വെച്ച പോലെ തന്നെ ഇലച്ചെടികളുണ്ട്. പിന്നെ ഒരു മാവുണ്ട്, ഒരു ചെറിയ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, ഒരു റോസാ ചെടിയുണ്ട്, ഇതാണ്ടോ. പിന്നെ ഒരു ചെറിയ മാവുണ്ട്. ഇതിലൊരു മാങ്ങയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ ഈ മാവ് വിളവ് തന്നിട്ടില്ല, പക്ഷേ ഇത്രയും ചെറിയ ഈ മാവിൽ നിന്ന് ഒരു മാങ്ങ ഞങ്ങൾ ഇതിൽ പറിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ബാക്ക് സൈഡാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു സൈഡ്. അപ്പുറത്തെ സൈഡിലേക്ക് പോവാം ഗൈസ്. പിന്നെ ഇവിടെ ഒരു മുരിങ്ങയുണ്ട് കേട്ടോ, ഒരു മുരിങ്ങയുണ്ട്. പിന്നെ ഒരു വാഴയുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഉണ്ട് ഒരു വാടിപ്പോയ പൂവ്. ചൂട് സഹിക്കാനാവാതെ വാടിപ്പോയ പൂവാണ്. പണ്ട് ഇതിൽ നല്ല ചുവപ്പ് സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ അത്രയ്ക്കും വെട്ടിത്തിളങ്ങുന്ന ഒരു പൂവായിരുന്നു ഇത്. തോന്നിപ്പോയി. പിന്നെ ഇവിടെ കുറച്ച് കപ്പക്കിഴങ്ങ്, ചീര, അങ്ങനത്തെയൊക്കെ ഉണ്ട്. പിന്നെ മുളകുണ്ട്. മുളകാണ് ഹൈലൈറ്റ് കൊടുത്ത ഉണ്ടമുളകുണ്ട്. അങ്ങനത്തെ വ്യത്യസ്ത തരത്തിലുള്ള മുളക്. പിന്നെ ഇവിടെ ഒരു വഴുതനുണ്ട്. പിന്നെ നേരത്തെ പോലത്തെ ഒരു ചെടി കുറച്ച് അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ചക്ക. ഇത്രയും ചെറിയൊരു പ്ലാവിൽ 3 കുഞ്ഞു ചക്കകൾ കേട്ടോ. പിന്നെ ഒരു ചെറിയ പേരമരം, ഒരു പപ്പായ മരം, പിന്നെ വേറൊരു ചെടി. പിന്നെ ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഇതാണ് ബാക്ക് സൈഡ്. അത് വിറകുവരയായിട്ട് വരും. പിന്നെ കുറച്ച് അടുക്കളയുണ്ട് കേട്ടോ. ഇത് പോർച്ച്. ഇതാണ് മൊത്തത്തിലുള്ളൊരു എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും. അതൊരു ക്ലബ്ബായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് എല്ലാം പൂട്ടിപ്പോയി. ഇതാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതിന് മുമ്പേ ഇറ്റ്സ് ഇഷാൽ ഫൺ യൂണിവേഴ്സ്. ടാറ്റാ.